റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു IPL സീസണിൽ പുറത്താകലിന്റെ വക്കിലെത്തിയെത്തി. അവിടെ നിന്നും തിരിച്ചുവരവിന് തുടക്കം കുറിച്ചു. ബംഗളൂരുവിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് ഇനി 2 കടമ്പയാണുള്ളത്. അവസാന 2 മത്സരങ്ങളും ജയിക്കണം. ഒപ്പം മറ്റു ടീമുകളുടെ മത്സരഫലങ്ങളും ബംഗളൂരുവിന് അനുകൂലമാകണം. റോയൽ ചലഞ്ചേഴ്സ് പ്ലേ ഓഫ് കളിക്കുമോ? ഈ ചോദ്യത്തിനുത്തരം അവരുടെ ചരിത്രം പറയും. പ്രഥമ IPL സീസണിൽ 7ാം സ്ഥാനക്കാരായ ടീം 2ാം സീസൺ എത്തുമ്പോൾ ഒരു മാറ്റം വരുത്തി. അന്നത്തെ റെക്കോർഡ് തുക പ്രതിഫലം നൽകി കെവിൻ പീറ്റേഴ്സണെ ടീമിലെത്തിച്ചു. ഇംഗ്ലീഷ് വെടിക്കെട്ട് താരത്തിനെ ടീം നായകനാക്കി. എന്നാൽ സീസൺ മാത്രം കളിച്ച താരം യാതൊരു മികവും കാട്ടിയില്ല. ബംഗളൂരു തോൽവി കൊണ്ട് വലഞ്ഞു. പിന്നാലെ ദേശീയ ടീമിന്റെ പരമ്പരയ്ക്കായി പീറ്റേഴ്സൺ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. അപ്പോൾ ബംഗളൂരുവിന് 6 മത്സരങ്ങളിൽ നിന്ന് 2 ജയം മാത്രം. പീറ്റേഴ്സൺ മടങ്ങിയതോടെ അനിൽ കുംബ്ലെ നായകനായി. പിന്നെ കണ്ടത് അതിഗംഭീര തിരിച്ചുവരവ്. അവസാന 4 മത്സരങ്ങൾ വിജയിച്ച് സെമിയിലെത്തി. പക്ഷേ കലാശപ്പോരിൽ ഡെക്കാൻ ചാർജേഴ്സ് ഹൈദരാബാദിനോട് 9 റൺസിന് പരാജയപ്പെട്ടു. 3ാം സീസണിൽ 3ാം സ്ഥാനക്കാരായി. 4ാം സീസണിൽ 2ാം പതിപ്പിന്റെ തനിയാവർത്തനം. ആദ്യ 5 മത്സരങ്ങളിൽ ഒരൊറ്റ ജയം മാത്രം. ഓസ്ട്രേലിയക്കാരൻ ഡെർക്കൻ ആനസ് പരിക്കേറ്റ് മടങ്ങിയപ്പോൾ ക്രിസ് ഗെയിൽ പകരക്കാരനായി വന്നു. പിന്നെ 2ാം സീസണിന് സമാനമായ തിരിച്ചുവരവ്. താരലേലത്തിൽ ആർക്കും വേണ്ടാതിരുന്ന ക്രിസ് ഗെയിൽ ടൂർണമെന്റിന്റെ ടോപ്പ് സ്കോററായി. പക്ഷേ അന്നും ബംഗളൂരുവിന് ഫൈനൽ പിഴച്ചു. ഗെയിലിനെ പുറത്താക്കിയെടുത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് തകർപ്പൻ ജയം സ്വന്തമാക്കി. 2016 ഒരിക്കൽ കൂടി റോയൽ ചലഞ്ചേഴ്സ് IPLന്റെ ഫൈനൽ കളിച്ചു. ആദ്യ 7 മത്സരങ്ങളിൽ 2ൽ മാത്രം ജയിച്ച ശേഷമുള്ള തിരിച്ചുവരവ്. ഇന്നും ആരും തകർക്കാത്ത 973 റൺസ് വിരാട് കോഹ്ലി സ്വന്തമാക്കിയ സീസൺ. പക്ഷേ ആവേശം നിറഞ്ഞ കലാശപ്പോരിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് മുന്നിൽ റോയൽ ചലഞ്ചേഴ്സ് വീണു. ഒരിക്കൽ കൂടി റോയൽ ചലഞ്ചേഴ്സ് പോരാടുകയാണ്. ആദ്യ 8 മത്സരങ്ങളിൽ ഒറ്റ ജയം മാത്രം. പിന്നെ വമ്പൻ വിജയങ്ങൾ. തിരിച്ചു വരാൻ തുടങ്ങിയാൽ ബംഗളൂരുവിനെ ഭയക്കണം. പ്ലേ ഓഫിലേക്ക് ആരെന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം.